Blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ മനോഹരമായ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ തക്ക വിധത്തിലുള്ള അനുഗ്രഹങ്ങളാൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക സഹായിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവെ, മുംബൈയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ കർത്താവെ എത്രയും പെട്ടെന്ന് റിന്യൂ ചെയ്യപ്പെടുവാൻ സഹായിക്കണമേ. മകൻ്റെ വിദ്യാഭ്യാസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ കുടുംബത്തിൻ്റെ മേലും ദൈവിക അനുഗ്രഹങ്ങളെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഈ സാമ്പത്തിക സഹായിയോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇരിങ്ങാലക്കുട ജൂലൈ 21 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാൾ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഇരിങ്ങാലക്കുട. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഭരണിക്കാവ് ജൂലൈ 22 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. തറവാട് ഓഡിറ്റോറിയം, ചക്കുവള്ളി റോഡ്, ഭരണിക്കാവ്, ശാസ്താംകോട്ട. ഞാൻ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വ്യക്തിയാണ്. ബ്ലെസ്സിംഗ് ടുഡേ കണ്ട് എനിക്ക് ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും അതുപോലെ തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നെഹമായ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി. But you must not lose faith. എന്നാൽ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. You should get up and start walking again. എഴുന്നേറ്റ് വീണ്ടും നടക്കണം. കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. Number 2 2 is the call. വിളിയാണ്. What is the call? എന്താണ് വിളി? All the disciples were now on the boat, എല്ലാ ശിഷ്യന്മാരും ഇതാ ബോട്ടിനകത്ത്. and suddenly Jesus called one disciple, എന്നാൽ യേശു ഒരു ശിഷ്യനെ വിളിച്ചു. and that was Peter. അത് പത്രോസായിരുന്നു. And Peter got out of the boat and he started walking upon the water. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിലൂടെ നടക്കുവാൻ തുടങ്ങി. Walking on the water is impossible. He was walking by faith. ആ സാധാരണഗതിയിൽ വെള്ളത്തിലൂടെ നടക്കുക അസാധ്യമായ ഒരു കാര്യമാണ്. പക്ഷേ അവൻ വിശ്വാസത്താൽ നടന്നു. I have a message for you. ഞാൻ ഒരു സന്ദേശം പറയട്ടെ. You see, after you see Jesus, നിങ്ങൾ യേശുവിനെ കണ്ട ശേഷം Jesus will call you towards him. യേശു തന്നിലേക്ക് നിങ്ങളെ വിളിക്കും. He will call you to follow him. അവൻ അനുഗമിക്കുവാനായി നിങ്ങളെ വിളിക്കും. He will call you to walk on the water just like him. അവൻ നടന്നതുപോലെ വെള്ളത്തിന് മുകളിലൂടെ നടക്കുവാനായി നിങ്ങളെ ക്ഷണിക്കും. You are supposed to walk over the problems. You are supposed to walk over the impossibility. അസാധ്യങ്ങളുടെ മുകളിലൂടെ നടക്കുവാൻ ദൈവിക വാഗ്ദത്തങ്ങളിലൂടെ നടക്കേണ്ടവരാണ് നാം. You are walking by faith. നിങ്ങൾ വിശ്വാസത്താലാണ് നടക്കേണ്ടത്. That is a believer's life. അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. After you see Jesus, യേശുവിനെ കണ്ട ശേഷം you start walking by faith, following the master. നിങ്ങൾ ആ ഗുരുവിനെ അനുഗമിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് വിശ്വാസത്താൽ നടക്കുന്നു. Hallelujah. Hallelujah. How many of you understood what I am saying? ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്ര പേർ ഗ്രഹിക്കുന്നുണ്ട്? What is number 3? എന്താണ് മൂന്നാമത്തെ കാര്യം? Number 3 is the fall that Peter had. മൂന്നാമത്തേത് പത്രോസിന് സംഭവിച്ച വീഴ്ചയാണ്. You know, Peter was walking on water, everything was fine. പത്രോസ് ഇതാ വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നു, എല്ലാം നന്നായി പോകുന്നു. But suddenly he looked at the wind and the waves and suddenly he started falling. എന്നാൽ താൻ ചുറ്റുമുള്ള തിരമാലയുടെ ശബ്ദം കേട്ട് താൻ പേടിച്ച് താൻ പെട്ടെന്ന് വീഴാൻ തുടങ്ങി. There is a principle here. അവിടെ ഒരു തത്വമുണ്ട്. When you look at the face of Jesus and when you follow Jesus, you will not drown. നിങ്ങൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി തന്നെ യേശുവിനെ തന്നെ അനുഗമിക്കുമ്പോൾ നിങ്ങൾ മുങ്ങിത്താഴുകയില്ല. But the moment you take your eyes off Jesus, you look into the world, you look into the problems, you look into your depths, you look into your diseases, that moment you start falling, you start sinking in the water. എന്നാൽ എപ്പോൾ ആ യേശുവിന്റെ മുഖത്ത് നിന്നും നിങ്ങൾ പ്രശ്നങ്ങളിലേക്ക്, ഈ ലോകത്തിലേക്ക്, ചുറ്റുമുള്ള സാഹചര്യങ്ങളിലേക്ക് നിങ്ങളുടെ ദൃഷ്ടി പതിയുന്നു, നിങ്ങൾ വീഴുവാൻ തുടങ്ങും. And that moment Peter started falling and drowning. ഇതാ പത്രോസ് അവിടെ മുങ്ങി താഴുവാൻ ആരംഭിച്ചു. He came back to his problems. അവൻ തന്റെ പ്രശ്നങ്ങളിലേക്ക് അവൻ മടങ്ങി വന്നു. The very problem that he had overcome, he was now overcome by it. താൻ ഏത് പ്രശ്നത്തെ താൻ അതിജീവിച്ചുവോ, ഇതാ ഇപ്പോൾ ആ പ്രശ്നം തന്നെ മുക്കുവാനായി തുടങ്ങുകയാണ്.
So what I'm saying today is, ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നതാണ്, after you see Jesus, യേശുവിനെ കണ്ട ശേഷം Jesus will call you യേശു നിങ്ങളെ വിളിക്കും. and you will follow Jesus. നിങ്ങൾ യേശുവിനെ അനുഗമിക്കും. You will walk by faith. വിശ്വാസത്താൽ നിങ്ങൾ നടക്കാൻ ആരംഭിക്കും. But you should not turn your eyes away from Jesus. എന്നാൽ യേശുവിന്റെ മുഖത്ത് നിന്നും യേശുവിൽ നിന്നും ഒരിക്കലും നിങ്ങളുടെ ദൃഷ്ടി നിങ്ങൾ മാറ്റിക്കളയരുത്. You should look at Jesus always. എപ്പോഴും യേശുവിൽ തന്നെ നിങ്ങളുടെ കണ്ണ് പതിക്കണം. Not at what the world says about you. ലോകം നിങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും, Not what the problem is around you. ഒരുപക്ഷേ നിങ്ങളുടെ ചുറ്റുമുള്ള പ്രശ്നത്തിലേക്കോ, Not your family problem, your family pressure. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളോ കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളിലേക്കോ അല്ല. The wind and the waves will rage around you. ഒരുപക്ഷേ ചുറ്റും തിരമാലകളും കാറ്റും But അടിച്ചിരുന്നിരിക്കാം. how many of you will take a decision that I will look upon the face of my Savior? എന്നാൽ എത്ര പേർ തീരുമാനിക്കും, ഇതിനെല്ലാത്തിനും നടുവിൽ എന്റെ രക്ഷകനിൽ തന്നെ ഞാൻ എന്റെ കണ്ണ് പതിപ്പിക്കാൻ Shout a പോകുന്നു. hallelujah. ഉറക്കെ ഒരു ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Number 4 നാല്. is the rescue. രക്ഷ എന്നതാണ്. So Peter was now sinking in the water. ഇതാ പത്രോസ് വെള്ളത്തിൽ മുങ്ങി താഴുകയാണ്. He's crying out, Lord, save me. കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് അവൻ കരയുന്നു. And you know what? അറിയാമോ, Jesus did not just look there and watch Peter sinking. അവിടെ യേശു ചുമ്മാ കൈകെട്ടി നിന്നുകൊണ്ട് പത്രോസ് മുങ്ങിത്താഴുന്നത് കണ്ടില്ല. He went there and took Peter by the hand and took him back to the boat. താൻ ചെന്ന് കൈക്ക് പിടിച്ച് പത്രോസിനെ ഉയർത്തി താൻ പടകിലേക്കാക്കി. So in your Christian walk, in your believer's walk, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ ഒരു വിശ്വാസി എന്ന നിലവാരത്തിൽ നടക്കുമ്പോൾ, after you see Jesus for the first time, ആദ്യം യേശുവിനെ കണ്ടുമുട്ടുന്നു, and after he calls you, അവൻ നിങ്ങളെ വിളിക്കുന്നു, and you start walking by faith, നിങ്ങൾ വിശ്വാസത്താൽ നടക്കാൻ ആരംഭിക്കുന്നു. in case you fall, നിങ്ങൾ ഇടയ്ക്ക് വീണു പോയാൽ, sometimes you might look at somewhere else and you might fall. ചിലപ്പോൾ നമ്മുടെ ദൃഷ്ടി മാറിപ്പോയി മറ്റെവിടെയെങ്കിലും നോട്ടം മാറിപ്പോയി കഴിഞ്ഞാൽ വീഴാൻ സാധ്യതയുണ്ട്. You might lose your faith in Jesus യേശുവിൽ വിശ്വാസം ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. and you might fall. നിങ്ങൾ അങ്ങനെ വീണു പോകാം. But during that fall, എന്നാൽ ആ വീഴ്ചയ്ക്കിടയിൽ there is an assurance. അവിടെ ഉറപ്പുണ്ട്. There is an assurance of grace ഒരു കൃപയുടെ ഉറപ്പ് that Jesus നിങ്ങൾക്കുണ്ട്. will lift you up from the water. ആ വെള്ളത്തിൽ നിന്ന് കർത്താവ് നിന്നെ ഉയർത്തിയെടുക്കാൻ He will പോവുകയാണ്. not let you drown. മുങ്ങിത്താഴുവാൻ അവൻ അനുവദിക്കുകയില്ല. He will take you back to the boat. അവൻ പടകിലേക്ക് നിന്നെ തിരികെ കൊണ്ടാക്കും. Hallelujah. ഹല്ലേലൂയ. And how many of you have seen small children? നിങ്ങൾ എത്ര പേർ ചെറിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്? You know, when I was small, ഞാൻ ചെറുതായിരുന്നപ്പോൾ, maybe 6 months old, 6 മാസമൊക്കെ I പ്രായമുള്ളപ്പോൾ would have just started walking. ഞാൻ ചിലപ്പോൾ പിച്ച വെച്ച് തുടങ്ങിയിട്ടുണ്ടാകാം. At first, I would have just taken one step and I would have fallen. ഒരുപക്ഷെ ആദ്യത്തെ ചുവട് ഞാൻ എടുത്തു വെച്ചപ്പോൾ ഞാൻ ഉടൻ തന്നെ വീണു പോയിട്ടുണ്ടാകാം. My father did not come and beat me. എൻ്റെ അപ്പൻ ഓടി വന്ന് എന്നെ ശിക്ഷിക്കുകയല്ല അടിക്കുകയല്ല ചെയ്തത്. He did not say, we are the Nedumilath family, you should not fall. നമ്മൾ നെടുനിലത്ത് കുടുംബമാണ്, നീ വീഴാനൊന്നും പാടില്ലെന്ന് പറഞ്ഞില്ല. He did not say that. പറഞ്ഞില്ല. Why? Because I am just a baby കാരണം ഞാനൊരു ശിശുവായിരുന്നു. and I'm just taking my baby steps. ഞാൻ എൻ്റെ പിച്ച വെച്ച് തുടങ്ങുന്നേയുള്ളൂ. First, I might take one step ആദ്യം ഞാനൊരു ചുവട് വെക്കും, and then I will fall. ഞാൻ വീഴുമായിരിക്കാം. Then I might take 2 steps, ഞാൻ വീണ്ടും ഒരു and 2 ചുവട് വെക്കുന്നു, then I might fall again. രണ്ടാമത്തെ ചുവട് വെക്കുമ്പോൾ വീഴുമായിരിക്കാം. But slowly, എന്നാൽ ക്രമത്തിൽ by practice, പരിശീലനം കൊണ്ട് I will master the act of walking. ഞാൻ ആ നടത്തമെന്ന പ്രക്രിയയുടെ ഒരു പ്രക്രിയ സുഗമമായി ഞാൻ ചെയ്യും. And I will no longer fall. പിന്നീട് ഞാൻ വീഴുകയില്ല. That is also a life of faith. അതാണ് വിശ്വാസത്തിന്റെ ജീവിതം. Sometimes in the beginning stages, ഒരുപക്ഷേ ആദ്യഘട്ടങ്ങളിൽ you might slip and fall when you lose faith in Jesus. യേശുവിലെ വിശ്വാസം ചോർന്നു പോകുമ്പോൾ നമ്മൾ വഴുതി വീണെന്നിരിക്കാം. But you must not lose faith. എന്നാൽ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. You should get up and start walking again. എഴുന്നേറ്റ് വീണ്ടും നടക്കണം. You should go towards the finish line. ആ ദൈവം വെച്ചിരിക്കുന്ന അവസാനത്തെ ലാക്കിലേക്ക് നിങ്ങൾ നടക്കണം. Jesus will not beat you and say you do not belong to the heavenly family. ഒരിക്കലും യേശു വന്നിട്ട് അടിച്ചിട്ട് നീ സ്വർഗീയ കുടുംബത്തിൽ ആകേണ്ടവനൊന്നല്ല എന്ന് പറയില്ല. He will pick you up. അവൻ നിങ്ങളെ കോരിയെടുക്കും. He will teach you with his grace. തന്റെ കൃപയിൽ നിന്നെ പഠിപ്പിക്കും. And he will help you start walking the walk of faith. വിശ്വാസത്തിന്റെ ചുവടുകൾ വെക്കാൻ അവൻ നിങ്ങൾക്ക് വീണ്ടും സഹായം നൽകും. How many of you are with me today this morning? എത്ര പേർ എന്നോടൊപ്പമുണ്ട്? How many of you can understand what I'm saying? ഞാൻ പറയുന്നത് എത്ര പേർ ഗ്രഹിക്കുന്നുണ്ട്? Shout a hallelujah. അങ്ങനെയെങ്കിൽ ഒരു ഉറക്കെ ഹല്ലേലൂയ. So you saw Jesus for the first time. യേശുവിനെ ആദ്യമായി കാണുന്നു. What a wonderful savior. ഓ എത്ര അതിശയവാനായ രക്ഷകൻ. He opened your blind eyes. നിങ്ങളുടെ കുരുടായിരുന്ന കണ്ണുകളെ അവൻ തുറന്നു. He took away all your problems. He healed you of your diseases. നിങ്ങളുടെ രോഗങ്ങളെ അവൻ സൗഖ്യമാക്കി, നിങ്ങളുടെ പ്രശ്നങ്ങളെ അവൻ വഹിച്ചു. But after that Jesus will call you to walk with him. എന്നാൽ അതിനുശേഷം അവൻ തന്നോടൊപ്പം നടക്കുവാനായി നിങ്ങളെ വിളിക്കുകയാണ്. You start walking this walk of faith. ഈ വിശ്വാസത്തിന്റെ നടത്തം തന്നോടൊപ്പം നമ്മൾ നടക്കുന്നു.
And even if you fall, He will take you back. നിങ്ങൾ വഴുതി വീണാലും അവൻ നിങ്ങളെ പൊക്കിയെടുക്കും. He will teach you in the grace. തന്റെ കൃപയാൽ നിങ്ങളെ പഠിപ്പിക്കും. But number 5, there is something that He expects back of you. എന്നാൽ അഞ്ചാമത്തേത് നിങ്ങളിൽ നിന്നും തിരികെ അവൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. What is that? അതെന്താണ്? This is the last and the final thing that I would like to tell you. ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന അവസാനത്തെ കാര്യം അതാണ്. This is what the disciples did after they got back into the boat. അവർ പടകിലേക്ക് തിരികെ കയറിയതിനു ശേഷം ശിഷ്യന്മാർ ചെയ്ത കാര്യം ഇതാണ്. They worshipped Jesus. അവർ യേശുവിനെ ആരാധിച്ചു. Hallelujah. Hallelujah. They worshipped Jesus. അവർ യേശുവിനെ ആരാധിച്ചു. See, when Jesus has saved you, He has brought you, and all the problems and all the wind and the waves have subsided, you are supposed to worship Jesus. യേശു നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വിശ്വാസത്തിന്റെ നടത്തം തുടങ്ങി. എന്നാൽ ചില പ്രശ്നങ്ങൾ നിങ്ങൾ താണുപോയപ്പോൾ അവൻ നിങ്ങളെ രക്ഷിച്ചെങ്കിൽ, അവൻ നിങ്ങളെ കോരിയെടുത്തെങ്കിൽ നിങ്ങൾ അവനെ ആരാധിക്കേണ്ടവരാണ്. That is what He wants from His children. തന്റെ മക്കളിൽ നിന്ന് അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. The Bible says God builds His throne upon the praise of His children. വചനം പറയുന്നു തന്റെ മക്കളുടെ സ്തുതികളിന്റെ മേൽ സിംഹാസനം സ്ഥാപിക്കുന്ന കർത്താവ്. Hallelujah. Hallelujah. That is why we have gathered here. അതിനുവേണ്ടിയാണ് നമ്മളോട് കൂടി വന്നിരിക്കുന്നത്. To worship in corporate. നമ്മൾ ഒരുമിച്ച് കൂട്ടായി അവനെ ആരാധിക്കുവാൻ. And then this really funny thing that I read in the Bible. എന്നാൽ വളരെ രസാവഹമായ ഒരു കാര്യം അവിടെ വായിക്കുന്നു. You know, every disciple got upon the boat. എല്ലാ ശിഷ്യന്മാരും പടകിലേക്ക് കയറി. And they were worshiping Jesus. യേശുവിനെ ആരാധിക്കുകയാണ്. Including this embarrassed, wet Peter. ഇതാ ആകെ നാണം കെട്ട നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന പത്രോസ് ഉൾപ്പെടെ യേശുവിനെ ആരാധിക്കുക. You can imagine Peter had just drowned like 2 minutes ago. 2 മിനിറ്റ് മുമ്പ് മുങ്ങി താണവനാണ്. He has been the most embarrassed person among the disciples. എല്ലാവരുടെയും മുമ്പിൽ വലിയ ആള് കളിച്ച് ആകെ നാണം കെട്ട വ്യക്തിയാണ്. He could not face his disciples. തന്റെ ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കാൻ തനിക്ക് നാണമായി. When he got back into the boat, പടകിൽ തിരിച്ചെത്തിയപ്പോൾ the disciples would have comforted him. ആ ശിഷ്യന്മാരൊക്കെ തലോടിയിട്ടുണ്ട്, Oh, ആശ്വസിപ്പിച്ചിട്ടുണ്ട്. it's okay, Peter. പത്രോസേ സാരമില്ല. Now I wouldn't want to be like you. ഓ നിന്നെ പോലെ ആകാൻ ഞാൻ ആഗ്രഹിച്ചില്ല. But it's okay, Peter. കുഴപ്പമില്ല പത്രോസേ. When we reach the shore, നമ്മൾ തീരത്തെത്തുമ്പോൾ we'll give you a new clothes. ഒരു പുതിയ ഉടുപ്പ് തരാം. We'll dry you off. നിന്നെ തോർത്തി ഉണക്കി തരാം. Don't worry, Peter. നീ വിഷമിക്കണ്ട. You would think that is the situation. നിങ്ങൾ ചിന്തിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ആ പടകിൽ നടന്ന സാഹചര്യം എന്ന്. But that was not the situation. അല്ല, അതായിരുന്നില്ല പടകിൽ നടന്നത്. When the disciples got back into the boat, എന്നാൽ ശിഷ്യന്മാർ എല്ലാവരും പടകിൽ ഒരുമിച്ചപ്പോൾ they did not waste any time. അവർ ഒരു നിമിഷം പോലും പാഴാക്കി കളഞ്ഞില്ല. They started worshipping the Savior. അവർ ആ രക്ഷകനെ ആരാധിക്കാൻ തുടങ്ങി. Look, He is the Son of God. ഇതാ അവൻ ദൈവപുത്രനാണ്. Even the wind and the waves obey Him. ഇതാ കാറ്റും കടലും അവനെ അനുസരിക്കുന്നു. Oh, let's worship Him. ഓ നമുക്ക് അവനെ ആരാധിക്കാം. That is what the disciples did. അതാണ് ശിഷ്യന്മാർ ചെയ്തത്. So today I would like to encourage you with this short message. എൻ്റെ ഈ ചെറിയ സന്ദേശം കൊണ്ട് ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. You know, you have seen Jesus. നിങ്ങൾ യേശുവിനെ കണ്ടു. He has taken all your problems away from you. നിങ്ങളിൽ നിന്നും സകല പ്രശ്നങ്ങളെയും അവൻ എടുത്തു മാറ്റി. He is your healer. അവൻ നിന്നെ സൗഖ്യമാക്കുന്നവൻ. He is your deliverer. നിന്നെ വിടുവിക്കുന്നവനാണ്. He is your savior. നിന്നെ രക്ഷിക്കുന്നവൻ. He has given everything upon your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സകലവും ധാരാളമായി നൽകിയവൻ. He has poured out mercies and new mercies upon your life each day. ഓരോ ദിവസവും പുതിയ പുതിയ കൃപകളും കരുണകളും നിന്റെ മേൽ ചൊരിയുന്നവൻ. And He has called you to follow Him. അവനെ അനുഗമിക്കുവാനായി അവൻ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. And He has rescued you even when you are fallen. നിങ്ങൾ വീണുപോയപ്പോൾ അവൻ നിങ്ങളെ രക്ഷിച്ചവനാണ്. But today He is inviting you to worship Him. ഇന്ന് അവനെ ആരാധിക്കുവാൻ വേണ്ടി ആ യേശു നിങ്ങളെ വിളിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ഒരു പ്രശ്നവുമില്ല, തൻ്റെ വേദന മാറിപ്പോയി, ഭക്ഷണം കഴിക്കുന്ന പ്രശ്നങ്ങൾ മാറി, 23 വർഷം താൻ സഹിച്ച ആ വേദനയും പ്രശ്നങ്ങളും മാറി ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. സരസമ്മ എന്നാണ് പേര്. എനിക്ക് ഏകദേശം 30 വയസ്സുള്ളപ്പം ഇവർ ആന്ധ്രയിലായിരുന്നു, ഭർത്താവിൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ആന്ധ്രയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. എനിക്ക് യൂട്രസിനകത്തൊരു മുഴയുള്ളത് കൊണ്ട് അതിൻ്റെ ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ആ സമയത്ത് നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിലേക്ക് തിരിച്ചു വന്ന ആ സമയത്ത് യൂട്രസിൻ്റെ ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ അത് 7 ദിവസങ്ങൾക്ക് ശേഷം, ഓപ്പറേഷൻ ചെയ്ത് 7 ദിവസങ്ങൾക്ക് ശേഷം സ്റ്റിച്ച് എടുക്കാനായിട്ട് പോയ സമയത്താണ് ഡോക്ടേഴ്സ് പറഞ്ഞു വയറ്റിൻ്റെ ഉള്ളിൽ കുടലുകളെല്ലാം പുറത്തേക്ക് ചാടി കിടക്കുകയാണ്. അത് ഈ മാംസത്തിൻ്റെ ആ ഭാഗത്ത് അതിങ്ങനെ പിളർന്നിട്ട് അതിങ്ങനെ പുറത്ത് ചാടി കിടക്കുകയാണ്. ഹെർണിയ പോലെയുള്ള
പ്രയാസമാണോ? ഇതൊരു പ്രത്യേക രീതിയിൽ അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയി പോയി ആ സമയത്ത്. വളരെ എമർജൻസി ആയിട്ട് ആ സമയത്ത് തന്നെ ഈ സഹോദരിയെ ഓപ്പറേഷന് വേണ്ടിയിട്ട് കയറ്റി. വീണ്ടും രണ്ടാമത്തെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റി. അങ്ങനെ കയറ്റിയിട്ട് അവർ ചെയ്തത് ആ കുടലുകളെല്ലാം കൂടെ ചേർത്ത് തുന്നിക്കെട്ടി വയറിൻ്റെ അകത്ത് തന്നെ ഒരു കണക്കിന് അവർ വെച്ചു. ഈ സഹോദരി അതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അപ്പോൾ അവർ പറഞ്ഞിരുന്നു അങ്ങനെ ചെറിയ വേദന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊരു ദീർഘനാൾ നിലനിൽക്കുന്നൊരു വേദനയാണ് എന്ന് തനിക്കറിയില്ലായിരുന്നു. തനിക്ക് അതിന് ശേഷം താൻ ആന്ധ്രയിലേക്ക് തിരിച്ചു പോയി. തനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, തനിക്ക് ഇരിക്കാൻ കഴിയില്ല, 10 മിനിറ്റിൽ കൂടുതൽ തനിക്ക് ഇരിക്കാൻ കഴിയില്ല. അത്രയധികം കടുത്ത വേദന വന്നിട്ട് തനിക്ക് ഒന്നിൽ കിടക്കുകയോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുകയോ വേണം. അങ്ങനെ താൻ ചില മാസങ്ങൾ കഴിഞ്ഞു പോയി. പല ഹോസ്പിറ്റലുകളിൽ ചെന്നു. അവരാരും ഇങ്ങനെ ഒരു ഓപ്പറേഷൻ അത് വീണ്ടും തുറന്ന് ചെയ്യാൻ അവരാരും സന്നദ്ധരായില്ല. അവർ പറഞ്ഞിരുന്നത് വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്താലാണ് അത് നല്ല രീതിയിൽ അവിടെ കുറേ മാംസം വന്ന് വീർത്തിട്ട് അതെല്ലാം മുറിച്ച് കളയണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഇവരൊരു 6 മാസത്തിന് ശേഷം ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോയി ആന്ധ്രയിൽ ചെന്ന് 6 മാസത്തിന് ശേഷം അവിടെയുള്ള ഒരു ഡോക്ടർ ഒരു തരത്തിൽ ഈ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ സഹോദരിക്ക് അന്ന് 30 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഒരു ഓപ്പറേഷൻ തയ്യാറായി. അദ്ദേഹവും വീണ്ടും അതെല്ലാം തുറന്നു വെച്ചിട്ട് അത് ചേർത്ത് വെച്ചൊക്കെ ഒരു പ്രത്യേക രീതിയിലൊക്കെ വെച്ച് 1.5 കിലോളം മാംസം മുറിച്ച് കളയേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരു ഓപ്പറേഷൻ ആ ഡോക്ടർ ചെയ്തു. പക്ഷേ അതിനുശേഷവും തനിക്ക് വേദന അതുപോലെ തന്നെ തുടർന്നു. തനിക്ക് ഇരിക്കാൻ കഴിയില്ല, നിൽക്കാനും കിടക്കാനേ തനിക്ക് കഴിയുകയുള്ളൂ. താൻ ഇങ്ങനെ ആ വേദന സഹിച്ചത് 23 നീണ്ട വർഷങ്ങൾ താൻ ആ വേദന സഹിച്ചു. തനിക്ക് യാതൊരു രീതിയിലും ഭാരമുള്ള ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വളരെയധികം ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസകരമായ കാര്യം. ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് കുടലിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ തങ്ങിക്കിടക്കുന്നത് പോലെയൊക്കെയുള്ളൊരു അവസ്ഥയായിരുന്നു. എന്നാൽ ഈ സഹോദരി പറയുന്നത് തനിക്കിങ്ങനെ വേദന കൂടി. താൻ 15 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലേക്ക് തിരിച്ചു വന്നു. ആ സഹോദരിക്ക് അപ്പോഴും വേദനയുണ്ട്. ഇത്രയും വർഷങ്ങളായിട്ട് നീണ്ട വേദനയുണ്ട്. ആ ജീവിതകാലം മുഴുവൻ അത്രയും വർഷങ്ങൾ കൊണ്ട് താൻ വേദനയ്ക്കുള്ള മരുന്ന് എല്ലാ ദിവസവും കഴിക്കണം തനിക്ക്. അങ്ങനെ കഴിച്ചാൽ മാത്രമാണ് തനിക്ക് കുറച്ചെങ്കിലും വേദനയ്ക്ക് ശമനം കിട്ടുകയുള്ളൂ. അങ്ങനെ താൻ ഒരു ദിവസം രാവിലെ ഒരു 7:15 മണിയായപ്പോൾ താൻ TV ഓൺ ചെയ്തു. എൻ്റെ മരുമകളും തൻ്റെ അടുത്തുണ്ട്. 1 വർഷം മുമ്പ് സംഭവിച്ചതാണ്. ഞാനങ്ങനെ TV തുറന്നപ്പോൾ അന്ന് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമാണ് ഈ നടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുവാൻ വരുന്നത് ഡാമിൻ ബ്രദറാണെന്നൊന്നും ഈ സഹോദരിക്ക് അറിയില്ല. ആദ്യമായിട്ട് ഈ സഹോദരി TV പ്രോഗ്രാം ഓൺ ചെയ്ത് അതിനുള്ളിലൂടെ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ബ്രദർ പറയുകയാണ്, വർഷങ്ങളായി കുടലിനകത്ത് വേദന അനുഭവിക്കുന്ന, ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സഹോദരിയെ കർത്താവ് കാണുന്നു, കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറയുന്നതാണ് താൻ കേട്ടത്. ശരിയാണോ? ഇതുവരെയുള്ള കഥ ശരിയാണോ? ഈ പറഞ്ഞതെല്ലാം ശരിയാണ്? ഞാൻ ആദ്യമായിട്ട് ഈ കഥ കേൾക്കുന്നത്. അങ്ങനെ കേട്ടു. ഈ TV തുറന്ന് ബ്ലെസ്സിംഗ് ടുഡേ കാണുമ്പോൾ ഇതാണ് കേൾക്കുന്നത്. ആ സമയത്ത് ഈ അമ്മ പറയുന്ന, മരുമോള് പറഞ്ഞു ഇത് അമ്മയുടെ കാര്യമാണല്ലോ പറയുന്നത്. ഈ അമ്മ പറയുന്നത് പെട്ടെന്ന് അമ്മയുടെ ശരീരത്തിൽ എന്തോ ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്താണ് ആ സമയത്തുണ്ടായ അനുഭവം എന്ന് പറയുന്നത്? ശരീരത്തിൽ ഇങ്ങനെ ഒരു കുളിര് കോരുന്ന പോലെ തോന്നി. ഇത് പറഞ്ഞു കേട്ടപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മരുമകൾ പറഞ്ഞു എനിക്ക് അമ്മയ്ക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് പറഞ്ഞു. അപ്പം ഞാൻ TVയുടെ നിരക്ക് കൈ നീട്ടി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു 10 മിനിറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു 10 മിനിറ്റോളം ഈ എന്തോ ഒരു അനുഭവം പോലെ ഉണ്ടായി, കുളിര് പോലെ വന്നു. അപ്പം ഞാനോ അപ്പം പോരാൻ തീരുവാ. അപ്പം ഞാൻ പറഞ്ഞു, മോളോട് പറഞ്ഞു ഞാൻ കസാര ഇട്ടിരിക്കാൻ പോവാ, വേദന മാറുമല്ലോ, ഒന്ന് പരീക്ഷിക്കാവെന്ന് പറഞ്ഞു. ഇരിക്കാൻ സാധാരണ പറ്റില്ല, ഇരുന്ന് നോക്കാന്ന് പറഞ്ഞു. അമ്മ ചെയ്തത് പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാന്തയിൽ പോയിട്ട് 12 മണി വരെ ഇരിപ്പിരുന്നു. രാവിലെ 7:30 തുടങ്ങി ഭക്ഷണം കഴിച്ചിട്ട് ഇരിപ്പ് 12 മണി വരെ ഇരുന്നു. 7:30 തുടങ്ങി ഇരുന്നു, 12 മണി വരെ അവിടെ പോയിരുന്നു. പിന്നെ പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ട് വൈകുന്നേരം വരെ അവിടെ പോയിരുന്നു. ഒരു പ്രശ്നവുമില്ല. തൻ്റെ വേദന മാറിപ്പോയി, ഭക്ഷണം കഴിക്കുന്ന പ്രശ്നങ്ങൾ മാറി. 23 വർഷം താൻ സഹിച്ച ആ വേദനയും പ്രശ്നങ്ങളും മാറി. 1 വർഷമായിട്ട് നമ്മുടെ മാവേലിക്കര ബ്ലെസ്സിംഗ് സെന്ററിൽ താൻ വരുന്നുണ്ട്. യാതൊരു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അന്നത്തെ ആ പ്രശ്നങ്ങളും ഒന്നുമില്ല എന്നാണ് അമ്മ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു പ്രാവശ്യം കൂടെ കൈകളെ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നവർ, ഇപ്പോൾ ഈ സാക്ഷ്യം കാണുന്നവർ, അവരെല്ലാം ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതലുകളും സൗഖ്യങ്ങളും ക്രിയേറ്റീവ് മിറക്കിൾസും നടക്കട്ടെ.
പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, വീട്ടിൽ തളർന്ന് കിടപ്പിലായിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. നാളുകളിൽ ഇതുപോലുള്ള സ്റ്റേജുകളിൽ നിന്ന് അവർ യേശുവിനെ മഹത്വപ്പെടുത്തും. യേശുവിൻ്റെ നാമത്തിൽ അവർ വീടിൻ്റെ അകത്തു നിന്നും യേശുവിൻ്റെ നാമത്തിൽ വെളിയിലേക്ക് വരട്ടെ. അവരെ ആ രോഗക്കിടക്കിൽ നിന്ന് അവരെ പൊക്കിയെടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. നാളുകളായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പല പ്രാവശ്യം ട്രീറ്റ് ചെയ്തു, സർജറി ചെയ്തു, പല മരുന്നുകൾ മാറി മാറി കഴിച്ചു, എന്നിട്ടും വിടുതലില്ലാത്തത് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഇൻ ജീസസ് നെയിം ആമേൻ. ഗോഡ് ബ്ലെസ് യു. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഡെലിവറൻസ് ക്ലിനിക് കോഴിക്കോട്. ജൂലൈ 25, 26 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ SK പൊറ്റക്കാട് ഹാൾ, പുതിയറ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കോഴിക്കോട്. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാൻ വിളിക്കുക 8111996011. ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ലഭിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന വിശ്വാസത്തോടു കൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വിശ്വാസത്താൽ കാണുക, ദൈവം എനിക്കിത് തന്നിരിക്കുകയാണ്, ദൈവം ഇതെനിക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് എന്ന് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ വല്ലാത്ത വേദനയോടെ ആയിരിക്കുന്ന ചിലർ ഇപ്പോൾ ദൈവിക സമാധാനം പ്രാപിക്കട്ടെ. രോഗികളായിട്ടുള്ളവർ ബ്ലഡ് പ്രഷർ യേശുവിൻ നാമത്തിൽ അത് നോർമലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കിഡ്നിക്കകത്തുള്ള ചില തകരാറുകൾ ഈ സമയത്ത് പരിപൂർണമായ സൗഖ്യത്തിലേക്ക് അത് വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ ശ്വാസ തടസ്സങ്ങൾ, ആസ്മയുടെ അസുഖങ്ങൾ യേശുവിൻ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലുള്ള പ്രശ്നങ്ങൾ യേശുവിൻ നാമത്തിൽ, അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഇപ്പോൾ ആളുകൾ പരിപൂർണമായിട്ടും വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഷോക്കേറ്റത് കൊണ്ട് നിമിത്തമായിട്ട് ജീവിതത്തിൽ ഇപ്പോഴും നടക്കുവാനും മറ്റ് പല കാര്യത്തിനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നു. കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ആ വ്യക്തി പരിപൂർണമായിട്ടും സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ എന്നുള്ളത് ഇരിങ്ങാലക്കുടയിലാണ്. രാവിലെ 10 മണിക്ക് അത് ആരംഭിക്കുന്നതാണ്. അപ്പോൾ തന്നെ നാളത്തെ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ എന്നുള്ളത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.